യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കല്യാണം കഴിഞ്ഞ കുടുംബമായിട്ടും ആ കുഞ്ഞിനൊരു മനസമാധാനം കിട്ടുന്നില്ലല്ലോ. ഭാവനയ്ക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ അവൾ കുറച്ചു നാളത്തേക്കെങ്കിലും ഇങ്ങോട്ടൊന്നും വരരുതമ്മേ. എന്നാലേ അവളുടെ വില എന്താന്ന് പലരും മനസ്സിലാക്കത്തുള്ളൂ. ഇവിടെ സൂര്യയോട് തർക്കുത്തരം പറഞ്ഞേനല്ലേ, അതിനല്ലേ ഭാവന ഭരത്തിനെ തല്ലിയത്. അതവൻ അത്രയ്ക്ക് ക്ഷീണമായി പോയോ? അരുന്ധതിന് മുമ്പിൽ വെച്ച് തല്ലി കിട്ടിയതിന്റെ ക്ഷീണമായിരിക്കും അവന്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, സഹോദര സ്നേഹം എന്നൊന്നില്ലേ? കാശിന് കാശ്, ഡ്രസ്സിന് ഡ്രസ്സ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭാവന അവനെ വളർത്തിയതിനുള്ള ശിക്ഷയായിരിക്കും ഭാവനയ്ക്ക് അവനിപ്പോ തിരിച്ചു കൊടുക്കുന്നത്. അവൻ കൈവിട്ടു പോയി മായേ. ഇനി അരുന്ധതിയും കൂടെ അവൻ മാറ്റിയെടുക്കും. അല്പമെങ്കിലും മനസാക്ഷിയുള്ളൊരു കുട്ടി അരുന്ധതി. ഇവരൊക്കെ വലിയവരായെന്ന് കാണിക്കാൻ കുടിച്ചാലേ പറ്റത്തുള്ളൂ അമ്മേ. എത്ര ലാഘവത്തോടെയാ ഇന്നലെ ഭരത്ത് കുടിച്ചിട്ട് വന്നത്. അപ്പൊ ഇവിടെ ആരെ അവന് പേടിയില്ല എന്നല്ലേ അതിനർത്ഥം? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അമ്മായെ. ഇനി നീ നോക്കിക്കോ, ഇനി ഒരിക്കൽ കൂടി അവൻ കുടിച്ചേച്ചി വീട്ടിൽ കയറി വന്നാൽ അന്ന് ഈ അമ്മ ആരാന്നുള്ളത് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇനി പോയാ സൂര്യൻ ഭാവന ഇങ്ങോട്ട് വരത്തില്ല അമ്മേ. അത്രയ്ക്ക് വിഷമിച്ചിട്ടാ സൂര്യ ഇന്നലെ ഇവിടുന്ന് പോയത്. ഭാവനയ്ക്ക് അങ്ങനെയൊന്നും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല മായേ. ആ പെണ്ണ് അവിടെയാണെങ്കിലും അതിന്റെ മനസ്സ് മുഴുവൻ ഇവിടെയാ. സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടു നടക്കുന്ന സഹോദരങ്ങളിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയാ പോരെ ആ കുടുംബം നശിക്കാൻ. ഇക്കണക്കിന് ഭരത്തിന് ജോലി കിട്ടിയ ഉറപ്പായിട്ടും അവൻ അരുന്ധതിയെ കൊണ്ട് പോവും അമ്മേ. ഇപ്പൊ തന്നെ അവൻ ഇവിടുന്ന് പോണോന്നൊക്കെ ഉണ്ട്. അവൻ പോയാലും എവിടെ വരെ പോകാനമ്മായേ? ഒറ്റത്തടിയാണെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയി താമസിക്കാം.